എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ എന്നത്തെയും പോലെ നമ്മുടെ വീട്ടുവിശേഷങ്ങളൊക്കെ തന്നെയാണ്, എൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളുമാണ് നമ്മുടെ വീഡിയോയിലുള്ളതേ. അപ്പോഴേ ചൂടൊക്കെ ഉണ്ട് എല്ലായിടത്തും, ഇവിടെയും ചൂടൊക്കെ ഉണ്ട്. കനാലൊക്കെ തുറന്നു വിട്ടു കേട്ടോ, നമ്മുടെ ഇവിടുത്തെ കനാലൊക്കെ തുറന്നു വിട്ടു. അപ്പോൾ ഇനി ഞായറാഴ്ച ദിവസമുണ്ട്. ചില എന്നെപ്പോലെയുള്ള വീട്ടമ്മമാർക്ക് ഭയങ്കര തിരക്ക് പിടിച്ചൊരു ദിവസമാണ് ഞായറാഴ്ച കേട്ടോ. അല്ലാത്തവർക്കൊക്കെ അവർക്ക് ഓഫാണെന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് അന്ന് ഭയങ്കര പൊടിപൂരം പണിയായിരിക്കും. വീട്ടിലെങ്ങനെയും ജോലിയൊക്കെ ഒതുക്കി നമ്മൾ എന്തിനാണ് പോകുന്നത്, നമ്മുടെ കുടുംബശ്രീ യൂണിറ്റിൽ പോകും കേട്ടോ. നമ്മളൊക്കെ കുടുംബശ്രീ ഉണ്ട്, അപ്പോൾ കുടുംബശ്രീക്ക് പോവും. അതിനായി തിരക്ക് പിടിച്ച് നമ്മൾ ജോലി ചെയ്യുന്നത്. ഞങ്ങൾക്ക് 3 മണിക്കാണ് കുടുംബശ്രീ. നല്ല ഇതാണ് കേട്ടോ നമുക്ക് കുടുംബശ്രീ. ഇച്ചിരി എന്താ മുറ്റത്തെ മുല്ല എന്നൊക്കെ പറയത്തില്ല, ഞാൻ അത് കുടുംബശ്രീക്ക് അങ്ങനെയാണ് പറയുന്നത്. മുറ്റത്തെ മുല്ല കേട്ടോ. നമുക്ക് എന്തൊരു ഇച്ചിരി ടൈറ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഓടിപ്പോയി ചേച്ചിമാരെ ചാക്കിയിട്ട് നമുക്ക് കുറച്ച് പൈസയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലൊരു കാര്യം തന്നെയാണ്. ഞങ്ങൾ 2012 തുടങ്ങിയ അതാണ് കേട്ടോ ഞങ്ങളുടെ കുടുംബശ്രീ. അന്നൊന്നും അത്ര വലുതായിട്ടൊന്നും പോയില്ല. ഇപ്പം പക്ഷേ നല്ല രീതിയിലൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നു ഞങ്ങൾ കേട്ടോ. ഇച്ചിരി മിനി തുകയൊക്കെ ആയി ഞങ്ങളുടെ അക്കൗണ്ടിൽ. ഒരാൾക്ക് എനിക്ക് തോന്നുന്നു 20 പുറത്തായി കേട്ടോ. 20,000 പുറത്തായി നമ്മുടെ ചെറിയ പാസ്ബുക്കിനകത്ത് കേട്ടോ. 21 കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോഴേ ലോണൊക്കെ കിട്ടുന്നുണ്ട്, ലോണൊക്കെ എടുക്കുന്നുണ്ട് ഞങ്ങൾ. പലിശ കറക്റ്റായിട്ട് അടയ്ക്കുന്നുണ്ട് ഞങ്ങൾ. പക്ഷെ അങ്ങനെയൊക്കെ ആയാൽ ഒരു അടിയും പിടിയും വഴക്കും ഒന്നുമില്ല കേട്ടോ. കറക്റ്റായിട്ട് പലിശ കൊടുക്കാനും നമ്മൾ തിരിച്ചടവൊക്കെ നടത്തിയാലും നല്ലൊരു യൂണിറ്റാണ്. അപ്പോൾ കുറച്ച് ഞങ്ങൾ 11 പേരേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കുടുംബശ്രീയിലെ ഉണ്ടായിരുന്നു ഞങ്ങൾ 15 പേരായിരുന്നു. ഒത്തിരി പേരൊക്കെ പോയി, വിദേശത്തൊക്കെ പോയി കേട്ടോ. ഇപ്പം എനിക്ക് തോന്നുന്നേ നമ്മുടെ ഈ ഏരിയയിൽ കുറച്ച് കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാം വിദേശത്താണ് കഴിയുന്നത് കേട്ടോ. മക്കളുമാരൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ അപ്പനെയും അമ്മയും കൂടെ അങ്ങ് കൊണ്ടുപോകും. ഇനിയിപ്പോൾ ഞങ്ങളും അങ്ങ് പോകും കേട്ടോ. ഞങ്ങളുടെ മക്കളെയൊക്കെ വിദേശത്തൊക്കെ ആയോ മിക്കവാറും ഞങ്ങളും അങ്ങ് പോകും കേട്ടോ, വിദേശത്തൊക്കെ കേട്ടോ. ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ട്, നടക്കുമാവും. അപ്പോൾ കേട്ടോ ഇവിടെ ഇത്രയും കുറച്ച് ഭാഗത്ത് ആളും പേരുമൊന്നും ഇല്ല. നമ്മുടെ ഈ വീടുകളിലെ വലിയ വീടുകൾ വെച്ചിട്ട് എല്ലാവരും അങ്ങ് പോവാം. അപ്പോഴും ഇപ്പം നോക്കാൻ ഞങ്ങളൊക്കെ ഉള്ളൂ ഇവിടെയൊക്കെ കേട്ടോ. കുറച്ച് പേരൊക്കെ ഉള്ളൂ. അവരുടെ വീടുകളൊക്കെ ഇവിടെ ആൾക്കാർ വന്നില്ലേ, ഇവിടെ ആരും ഇല്ലല്ലോ, കഷ്ടമുണ്ട്. പിന്നെ വീട് അടച്ചു കൂട്ടിയിട്ടേക്കുന്നുണ്ടല്ലോ, നമുക്ക് വിഷമം വരും. വീട് അടച്ചു കൂട്ടിയിട്ട് ഈ കരിയിലൊക്കെ കയറി കിടക്കുമ്പോൾ ഭയങ്കര വിഷമം വരും കേട്ടോ, ഈ വലിയ വീടുകളൊക്കെ. അപ്പോൾ ഒത്തിരി വീടുകളുണ്ട് ഇവിടെ നമ്മുടെ ഈ ഭാഗത്ത് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോഴെങ്ങും പോകുന്നില്ല കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും അല്ലേ. വിദേശത്തൊക്കെ മക്കളുടെ കൂടെ വിദേശത്തൊക്കെ പോയി കറങ്ങാൻ. അതെങ്ങനെ വിദേശത്ത് പോയി കറങ്ങാൻ, എന്തോ പേരക്കൊച്ചുങ്ങളെ നോക്കാൻ പോകുന്നതായി വിദേശത്ത് കറങ്ങുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ പിള്ളേർ അവരെ ഇട്ട് കറക്കുമല്ലേ, കൊച്ചുമക്കൾ അവരെ ഇട്ട് കറക്കും. ഇവിടുന്ന് വലിയ കേമേലാണ് പോകുന്നത് വിദേശത്ത് പോകണമെന്ന് പറഞ്ഞ്. അവിടെ ചെല്ലുമ്പോഴായിരിക്കും കൊച്ചു പിള്ളേരെ 4 വശത്തും കാണും, അമ്മമ്മമാരെയും അപ്പൂപ്പന്മാരെയും ചുറ്റിക്കാൻ. ഇപ്പോഴത്തെ പിള്ളേരെ ആരും പിന്നെ പറയാൻ വേണ്ട, കുരുത്തം കെട്ട പിള്ളേരായില്ലേ. വയറ്റിൽ കിടക്കുമ്പോഴേ അവർ ഈ മൊബൈലിനകത്ത് അമ്മമാരും അപ്പന്മാരും ഇങ്ങനെ തോണ്ടി കളിക്കുകയല്ലേ. അപ്പോഴും പിന്നെ അവരും അതിനകത്ത് കിടന്ന് അവർക്ക് ഇതിൻ്റെ സിഗ്നലൊക്കെ അറിയാം കേട്ടോ. പിന്നെ പുറത്ത് വരുമ്പോൾ ഇതല്ലേ അവർ കാണുന്നത് കേട്ടോ. അപ്പോൾ സത്യം ഇപ്പോഴത്തെ പണ്ടത്തെ പിള്ളേരുടെ കൂട്ടല്ലേ ഇപ്പോഴത്തെ കൊച്ചു പിള്ളേർ. ഞാൻ കുറ്റിയിട്ടേക്കുവാണ്, ഇല്ല തുറക്കാൻ മോനെ. ഞാൻ കഥകിന് കുറ്റി ഇട്ടിട്ടാ വന്നേ, അവർ TV വെച്ചേക്കുന്നു. തുറക്കാൻ മോനെ. രണ്ടുപേരും തുറന്നു വിട്ട് ഞാൻ ഫ്രണ്ട് കഥക് ലോക്കാക്കിയിട്ട് ഇവിടെ വന്നിരുന്നേ വീഡിയോ എടുത്തത്. അവർ TV വെച്ചേക്കുന്നുണ്ട്. രണ്ടിനെയും പറഞ്ഞു വിട്ടു, വണ്ടി ഓടിക്കാൻ പോയി രണ്ടും കൂടെ. അപ്പോഴേ എന്നും നമ്മുടെ വീട്ടിലെ കൊച്ചു വിശേഷങ്ങൾ, എൻ്റെ സന്തോഷങ്ങൾ ഒക്കെയാണല്ലോ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കമൻറ്റ് തീർച്ചയായിട്ടും അറിയിച്ചോളൂ. തീർച്ചയായിട്ടും ഞാൻ കമൻറ്റിന് ആൻസറൊക്കെ തരും കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് ഒന്ന്. അപ്പോൾ ഒത്തിരി സന്തോഷം വീഡിയോ കാണുന്നതിന്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാൻ പോകാം.
പറയണ്ട. ഇന്നും പുട്ടാണ് തള്ളാട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ കേട്ടോ. ദോശ ഇഡലി എന്നും കഴിച്ചാലോ. ഇന്നലെ എന്തുമായിരുന്നു? ഇന്നലെ നമ്മുടെ വീട്ടിൽ ദോശയായിരുന്നു കേട്ടോ. അപ്പോഴിന്ന് നമ്മുടെ ആ ഒരു കൊല പഴുത്തിരിക്കുകയാണ്. അത് തീരുന്നത് വരെ നമ്മളിവിടെ പുട്ടുണ്ടാക്കും കേട്ടോ. മക്കൾ പറയുന്നത്, ദൈവമേ ഈ കൊല പഠിക്കാതിരുന്നാൽ മതിയായിരുന്നു, ഞങ്ങൾക്ക് പുട്ട് കഴിച്ച് കഴിച്ച് വയ്യേ. അവർ നിലവിളി കേട്ടോ. ഈ പുട്ട് കാണുമ്പോഴേ അവർ നിലവിളിക്കും. എന്താ ചെയ്യാനാ? അരിപ്പുട്ടാണ് കേട്ടോ. അരിപ്പുട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നേ. നിങ്ങളുടെ വീട്ടിലൊക്കെ എന്താണ് ഇന്ന് കാപ്പിക്ക്? രാവിലെ പൂര വെയിൽ തുടങ്ങി കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ പുട്ടൊക്കെ അടുപ്പത്ത് വെച്ചേ അമ്മണിക്ക് കുറച്ച് ജോലിയൊക്കെ കൊടുത്താൽ നമ്മൾ ഇത് സെറ്റായിട്ട് കഴുകി തന്നു കേട്ടോ. നമ്മുടെ കർട്ടനൊക്കെ ഒന്ന് കഴുകുക. നമ്മുടെ റൂമിലെ കർട്ടൻ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. എടുത്ത് വെക്കാൻ വയ്യ കേട്ടോ. വെള്ളം നനയുമ്പോഴത്തേന് എന്തോ വെയിറ്റായി ഇതിനൊക്കെ. നോക്കുമ്പോൾ ഭാരമില്ല, പക്ഷേ ഇത് കഴുകുമ്പോഴാണ് എന്തോ വെയിറ്റാ. അവിടെ കിടന്ന് ഉണങ്ങട്ടെ. നമുക്ക് താഴെ നമ്മുടെ പുട്ടൊക്കെ റെഡിയായി എന്നൊക്കെ നോക്കാൻ പോകാം. നമ്മുടെ പുട്ടൊക്കെ അങ്ങനെ കുത്തിയിട്ട് ഞാൻ മേളിൽ നിന്ന് താഴെ വന്നപ്പോഴത്തേന് അത് സെറ്റായിരിക്കുന്നു കേട്ടോ. ഇനിയിപ്പം പഴമോ എന്തെങ്കിലുമൊക്കെ കൂട്ടി അവർ കഴിക്കട്ടെ. ഇനിയിപ്പം പുട്ടിൻ്റെ ഒരു കുഴപ്പം വേണ്ട അല്ലേ. ഇപ്പം നമ്മൾ പുട്ടൊക്കെ റെഡിയാക്കി വെച്ചു. അടുത്ത കുറ്റി ചെയ്ത് നമ്മൾ അടപ്പയിലാക്കി വെച്ചു. നമ്മുടെ ചോറൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറൊക്കെ വെന്തതേ നമ്മൾ പൊരിക്കാൻ വെച്ചേക്കുവാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടോ? ഇങ്ങനെ പൊരിക്കൂ. ചോറ് പെട്ടെന്ന് കേടാവത്തില്ല. അല്ലെങ്കിൽ മൺകലത്തിലെ ചോറ് കേടാവത്തില്ല. അപ്പോഴിതകത്ത് വെച്ചിട്ട് നമുക്ക് മീൻകറി കൊണ്ടുവയ്ക്കാം കേട്ടോ. നമ്മുടെ പച്ചക്കറിയും കൊണ്ട് വരുന്ന അണ്ണം വന്നായിരുന്നേ. അപ്പോഴും ഞാൻ പൂ വാങ്ങിച്ചു, ഉള്ളിപ്പൂ കിട്ടി, പടവലങ്ങ കിട്ടി, ക്യാരറ്റ് വാങ്ങിച്ചു, ഏത്തയ്ക്ക വാങ്ങിച്ചു. ഏത്തയ്ക്കൊക്കെ അവിയലിന് നമുക്കിടല്ലേ. കുറച്ച് സവാളയും വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഉള്ളിപ്പൂ ഇന്ന് തോരൻ വയ്ക്കാം നമുക്ക്. പടവലമൊക്കെ ഇരിക്കട്ടെ, ഇല്ലാത്തപ്പം നമുക്ക് കറിയൊക്കെ വയ്ക്കാം അല്ലേ. ഇന്ന് ഉള്ളിപ്പൂ തോരനാണ് നമ്മുടെ വീട്ടിൽ കേട്ടോ. ഇതാ നമ്മുടെ മീൻകറി അടുപ്പത്തായി കണ്ടോ. തിളയോട് തിള. മീനിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. മീനിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ എന്തോ പറഞ്ഞതാണ് കേട്ടോ. സംഭവം ഞാനങ്ങ് മറന്നുപോയി കേട്ടോ. നിങ്ങൾ എന്നോട് ക്ഷമിക്കും. വെക്കം ജോലി നടക്കും കേട്ടോ. ഇങ്ങനെ നമ്മുടെ മീൻകറി എന്തായെന്ന് നോക്കാം. ദേ വറ്റിയൊക്കെ വന്നു കേട്ടോ. ഇച്ചിരി കൂടെ എണ്ണയൊന്ന് തെളിയണം കേട്ടോ. എണ്ണ തെളിഞ്ഞിട്ട് നമ്മൾ തീ ഓഫാക്കുന്ന ഇങ്ങനെ നമ്മൾ അടുപ്പിനകത്തല്ലേ. എണ്ണയൊന്ന് തെളിയട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത് തോരൻ വയ്ക്കാം. നമ്മുടെ മീനൊക്കെ റെഡിയായി നമ്മൾ അകത്ത് കൊണ്ടുപോയി വെച്ചു. അപ്പോൾ ഇനി നമുക്ക് തോരനുള്ള കടുകൊക്കെ വറുത്ത് തോരൻ വയ്ക്കാം. മുളകിട്ടു, കറിവേപ്പില ഇട്ടു. നമ്മുടെ എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കാം. എണ്ണയൊക്കെ ചൂടായി വന്നു, നമുക്ക് കടുകിട്ട് കൊടുക്കാം. അപ്പോഴും ഞാനിതൊക്കെ എളുപ്പത്തിന് ചെയ്യുന്നതാണ്, വേറെ പിന്നില്ലാഞ്ഞല്ല കേട്ടോ. എൻ്റെ ഇതൊക്കെ സൂത്രപ്പണികളാണ്. ഈ അടപ്പ് തുറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ കടുകൊന്ന് പൊട്ടട്ടെ. അതിനുള്ള അരപ്പൊക്കെ ശരിയാക്കി വെച്ച് കേട്ടോ. എല്ലാം മടിയിലെടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കടുക് പൊട്ടാൻ നോക്കിയിരിക്കുവാണ് ഞാൻ കേട്ടോ. പൊട്ടിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പൊട്ടിത്തുടങ്ങി. നമ്മൾ അരപ്പും നമ്മുടെ ഉള്ളിത്തണ്ടും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൈ പിടിച്ച് രണ്ടും കൂടെ ചെയ്യാനൊക്കാത്തത് കൊണ്ടാണ് കേട്ടോ. ഇതിനൊരു തീ കുറവ് മതി കേട്ടോ. നമ്മുടെ ചട്ടിയും ചൂടാണ്, അടുപ്പും ചൂടാണ്. അതുകൊണ്ട് ചെറിയ തീയിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളിത്തൊണ്ടൊന്നും എപ്പോഴും ഒന്നും കിട്ടത്തില്ലെന്നാണ് തോന്നുന്നത് എനിക്ക് കേട്ടോ. പിന്നെ കൊണ്ടുവന്നപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. ഒന്ന് അടച്ച് വെക്കാം നമുക്ക്. ഒന്ന് അടച്ച് വെച്ച് പതിയനെ വേവിച്ചെടുക്കാം. തീ കുറച്ചിട്ടാൽ മതി. ഉള്ളിത്തണ്ട് എന്തായെന്ന് നോക്കാം. വെന്ത് കാണും കേട്ടോ. എളുപ്പം വേവുന്നൊരു സംഭവമാണല്ലോ ഇത്. അപ്പോഴും സെറ്റായിട്ടുണ്ട് കേട്ടോ. ദേ വെള്ളമൊന്നും ഇല്ലല്ലോ. ദേ ഇങ്ങനെ നമ്മൾ കടുക് വറുത്തതിനകത്താണല്ലോ ഇട്ടത്. അപ്പോഴും സെറ്റായി വന്നു കേട്ടോ. ഉള്ളിത്തണ്ട് തോരൻ
അപ്പോൾ ഇനി എന്താണ് കറി വെക്കുന്നത്? ഞാനൊന്ന് പരതിയിട്ട് വരട്ടെ എന്താണ് കറി വെക്കുന്നതെന്ന്. കറങ്ങിയപ്പം കിട്ടിയതെന്ന് തക്കാളിപ്പഴമാണേ. തക്കാളിപ്പഴം വെച്ച് നമ്മൾ പച്ചക്കറി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് കിട്ടി. പോയി പോകൊണ്ടൊന്നും കാര്യം പറയാനും വയ്യാലോ, കാറ്റ്. അപ്പോൾ അരപ്പൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചു. അപ്പോൾ ഈ കറിയൊന്നും നമ്മൾ അരപ്പ് ഇട്ടിട്ട് തിളപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ. ശക്തമായ കാറ്റടിക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണ് ഈ പുക അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അരപ്പൊക്കെ ചേർത്ത് ഇളക്കി കടുവൊക്കെ വറുത്തെടുക്കാം കേട്ടോ. നമ്മൾ നമ്മുടെ കറിക്കുള്ള അതിൻ്റെ കൂട്ടങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളമൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്, വേണ്ടെങ്കിൽ പോരാങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ തിളപ്പിക്കേണ്ട കാര്യം ഇല്ല കേട്ടോ. ഇത് തിളച്ചുകൂടാ, ഈ കറികളൊന്നും മോര് കാച്ചിയത് ഇതൊന്നും തിളച്ചുകൂടാ. അപ്പോൾ നമുക്ക് അകത്ത് പോയി കടുക് വറുത്തുകൊണ്ട് വന്ന് ഒന്ന് ഷൂന്ന് ഒഴിക്കാമേ. ഇപ്പൊക്കെ ഞാൻ ഇട്ടിരുന്നേ ഇത്. ഇപ്പോഴതാ നമ്മൾ അകത്തുനിന്ന് പുറത്തോട്ട് കൊണ്ടുവന്ന് നമ്മുടെ കടുവൊക്കെ എന്ന് വറുത്തെടുത്തു കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാലേ പറയാം. എന്ന് വെച്ചാൽ നമ്മുടെ ആ ചെറിയ ചട്ടിയില്ലേ, അത് ഈ അടുപ്പത്ത് വയ്ക്കാൻ ഒക്കത്തില്ല കേട്ടോ, അത് തന്നെ കായി. അതുകൊണ്ടാണ് നമ്മൾ അകത്ത് പോയി കടുക് വറുത്ത് വെച്ചുകൊണ്ട് വന്നത് കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ കറി ഒന്ന് താത്ത് വെച്ചിട്ടാണ് പോയത്, അല്ലെങ്കിൽ അതും കുളവായി അവനും തരും എനിക്ക് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കറികൾ, നമുക്ക് അകത്ത് പോകാനും കേട്ടോ. ബാക്കിയൊക്കെ കാണാം. കറിയൊക്കെ വെച്ച് ഞാൻ സമാപനം കുറിക്കാമെന്നൊക്കെ നിങ്ങളോട് പറഞ്ഞു കേട്ടോ. അപ്പോഴേ അടുത്ത ഐറ്റം കൊണ്ടുവന്നു. അപ്പോഴിത് വെച്ച് കൊടുത്തേ ഒക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴും ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തി എന്നെയും കൊണ്ട് ഇതൊക്കെ കറി വെപ്പിക്കാനാണ് ഇന്നത്തെ പരിപാടി കേട്ടോ. ആരുടെയെങ്കിലും ഒരു ഹെൽപ്പില്ലാതെ എനിക്കിത് കഴുകാനും പിടിക്കാനും ഒന്നും ഒക്കത്തില്ല. ആരുടെയെങ്കിലുമൊക്കെ കാലും കൈയൊക്കെ പിടിച്ചിട്ട് ഞാൻ വന്നേ കറി വെച്ച് കാണിക്കാം കേട്ടോ. നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഇതൊന്ന് ശരിയാക്കി വെക്കുമ്പോഴത്തേനും വരും കേട്ടോ. ഇത് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കന്മാരോട്, ഉറപ്പിച്ച് വെച്ച ചെക്കന്മാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ കേട്ടോ. ഇതൊക്കെ കഴിക്കുന്ന പെൺകുട്ടികളെ നിങ്ങൾ കല്യാണം കഴിക്കാവൂ കേട്ടോ. അല്ലെങ്കിൽ ഇത് എന്നെ പോലെ ഉണ്ടല്ലോ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യേണ്ടി വരും കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, ഞാനീ പിടിച്ചു പോകുന്നതിൻ്റെ കൂട്ട് പിടിച്ചു പോകേണ്ടി വരും. എൻ്റെ പരിപാടിയൊക്കെ ഞാൻ തുടങ്ങി. അപ്പോഴും മോൻ കഴുകി തരാമെന്ന് പറഞ്ഞേ, കഴുകുന്നുണ്ട് ആൾ. അപ്പോഴിത് ആ സമയം കൊണ്ട് നമുക്ക് കുക്കറിനകത്ത് വെച്ച് തന്നെ ഒന്ന് വരട്ടിയൊക്കെ എടുക്കാൻ കിട്ടാം. കുക്കറിൽ എൻ്റെ പൊന്നെ എന്തൊക്കെയോ തട്ടിമറിക്കുന്നു. അപ്പോൾ കുക്കർ ഇതേ നമ്മൾ ഗ്യാസ് വെച്ചു. എളുപ്പമാണല്ലോ, കുക്കറിനകത്ത് വെച്ചിട്ട് നമുക്ക് കുഞ്ഞുരുളിക്കകത്തോട്ടെ വരട്ടിയെടുക്കാം. ഇതാ നമ്മുടെ ബീഫ് കറിയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചു കണ്ടോ. അപ്പോഴത്ര വറ്റിച്ചു അല്ല, വരട്ടിയല്ല, അങ്ങനെ ഒരു കറി കേട്ടോ. എൻ്റെ ഈ കറി നിങ്ങളെ പറ എങ്ങനെയുണ്ടെന്ന് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത്, കുക്കറിനകത്തൊക്കെ ആകുമ്പോൾ എളുപ്പം ഉണ്ടാക്കാമല്ലോ നമുക്ക്. എന്നിട്ട് നമ്മൾ കുഞ്ഞുരുളിക്കകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോഴാവശ്യം അവർക്ക് ഇത്രയൊരു ഗ്രേവിയൊക്കെ വേണം കേട്ടോ. ഒത്തിരി അങ്ങ് പറ്റിച്ചാലും അവർക്ക് ഇഷ്ടമാകത്തില്ല. അപ്പോൾ നമ്മൾ മല്ലിയിലയൊക്കെ ഒന്ന് തൂവിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചോറും കറിയെല്ലാം ഇവിടെ റെഡിയായി കേട്ടോ. അപ്പോഴും ബീഫ് വഴറ്റുന്നതൊക്കെ എടുത്തിരുന്നു, പക്ഷെ നമ്മുടെ ക്യാമറയിൽ അത് പതിഞ്ഞില്ല കേട്ടോ. എടുത്ത് നോക്കിയപ്പോഴാണ് സംഭവം അതൊന്നും ഇല്ലെന്നുള്ളത് കണ്ടത് കേട്ടോ. അപ്പോഴും നിങ്ങൾ എന്നോട് ക്ഷമിക്കുമെന്ന് എനിക്ക് അറിയാം കേട്ടോ. അപ്പോഴും ചോറൊക്കെ കഴിക്കട്ടെ. ഇതിപ്പം എനിക്കല്ല, മറ്റേ മീൻകറി മാത്രം ഉള്ളപ്പോഴല്ലേ നിങ്ങളെ ഞാൻ കാണിക്കത്തുള്ളൂ കഴിക്കുന്നത്. ഇതിപ്പോൾ മോനോ പപ്പയോ ആരെങ്കിലും കഴിച്ചോട്ടെ, ആർക്കായാലും ഞാൻ വിളമ്പിയിട്ടുണ്ട് കേട്ടോ.